ഹായ് ഫ്രണ്ട്സ്, ആർടിഎമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോർമലി എനിക്കുണ്ടായ പ്രശ്നത്തെക്കാൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമുക്ക് വണ്ടി ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമാണ്. നമ്മൾ വണ്ടിയുടെ മൂടിയിടാൻ വേണ്ടി നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഇത് മൂടിയിടാനൊരു ഓപ്ഷൻ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം വണ്ടി തുരുമ്പെടുക്കാതിരിക്കാനും പൊടി പിടിക്കാതിരിക്കാനൊക്കെ നമ്മളത് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാമെന്നുള്ളൊരു പോസിബിൾ അല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും നമ്മുടെ സൈഡ് ബാഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാൻഡ് ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലാണ് കൊണ്ട് നടക്കുക. പക്ഷേ നമുക്ക് അങ്ങനെ ഇല്ല, അത് ബോക്സ് പിടിപ്പിക്കാത്തവർക്ക് എന്തായാലും അത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച ഒരു പ്രോഡക്റ്റാണ് ഇത് കണ്ടില്ലേ, ബൈക്ക് ബ്ലേസറിൻ്റെ, അതായത് മേക്കിംഗ് ഇന്ത്യ പദ്ധതി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഞാനൊരു 1 വീക്കായി മേടിച്ചിട്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വണ്ടി മൂഡ് ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള മൂടി നമുക്ക് കൊണ്ടുനടക്കാം. അതായത് നമുക്ക് ആവശ്യത്തിന് ഇതേ ഉണ്ടല്ലേ, ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് ഫുള്ള് മൂടിയതിന് ശേഷം നമുക്ക് തിരിച്ച് അതേപടി തന്നെ റൊട്ടേറ്റ് ചെയ്ത് കയറ്റി വയ്ക്കാം. ഇതാണ് ഐറ്റം. ഇതിപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ഞാൻ ഓപ്പൺ ചെയ്തതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്ക്രൂ കണ്ടില്ലേ, ഇതേപോലെ തന്നെ താഴെ ഒരു സ്ക്രൂ, അത് നമുക്ക് 2 പ്ലേറ്റുമായിട്ട് ഘടിപ്പിച്ചേക്കണം. അപ്പോൾ ഈ നോർമലി ഇതാണ് ഒരു യൂണിറ്റ്. ഈ യൂണിറ്റ് നമുക്കിത് എവിടെ വേണമെങ്കിലും ഘടിപ്പിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടിയുടെ ഏറ്റവും ബാക്കിൽ, നമ്മുടെ ഏറ്റവും എൻഡിൽ, ഇപ്പോൾ കണ്ട് ഇങ്ങനത്തെ ഈ ഏറ്റവും എൻഡ് പോർഷനിൽ, അത് ബൈക്ക് ആയിക്കോട്ടെ ബുള്ളറ്റ് ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, ഏറ്റവും എൻഡിലെ പോർഷനിൽ ഇങ്ങനെ ഘടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അവർ പറയുന്നത്, ഞാനിത് മേടിച്ചത് ഏകദേശം ഒരു 500-600 അടുത്തായി. അപ്പോൾ നമ്മളത് നോർമലി ഒരു ഫുൾ ഷീറ്റ് മൂടി മേടിച്ചാൽ തന്നെ ഏകദേശം അത് അതേ പ്രൈസ് തന്നെയാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടി ഞാൻ പറയാം. അതായത് ഇത് ബൈക്ക് ബ്ലേസർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കാരണം ഇത് പ്ലാസ്റ്റിക് മെയ്ഡാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നല്ല നല്ല വിലയുള്ള പ്ലാസ്റ്റിക് കണ്ടില്ലേ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഐറ്റം ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഷീറ്റ് മൂടാനുള്ള ഷീറ്റ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം കിടക്കുന്നത്. ഇവിടെ ഒരു ഹോളുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഹോളുണ്ട്. അതായത് ഞാൻ ആദ്യം ഇത് പിടിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോർമലി ഞാനിത് എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു. കാരണം ഇങ്ങനെ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേക്കൂടെ, കാരണം ഇതിന് വേറെ മൂടിയൊന്നുമില്ല, അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൂടി വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കിടക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം കിടന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും നനഞ്ഞു കുതിരുമല്ലോ. അപ്പോൾ കുതിർന്ന് ഞാൻ വണ്ടിയിൽ ഇട്ടിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല, നനയും വണ്ടി. അപ്പോൾ ഞാൻ ആദ്യം ഇത് കമത്തി പിടിപ്പിച്ചു. അതായത് നമുക്ക് ഈ ബൈക്ക് ബ്ലേസറിന്ന് ഏതെങ്കിലും പക്ഷേ കമന്നിരിക്കുന്ന രീതിയിൽ പിടിച്ചു. പക്ഷേ അങ്ങനെ പിടിപ്പിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്ലേറ്റ് നമുക്ക് വണ്ടിയിൽ പിടിപ്പിക്കുമ്പം അത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. ഒരു ചെറിയൊരു ഇളക്കം പോയുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ അടിയിൽ അവരുടെ റിവ്യൂവിൽ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി, ഇതിൻ്റെ അടിയിലൊരു തുളയുണ്ട്. ആ തുള നമ്മൾ കമത്തി പിടിപ്പിക്കുമ്പോൾ മേളിൽ വരും. അതായത് ഈ പോർഷൻ കണ്ടില്ലേ, ഇതേപോലെ അതേ പോർഷനിലൊരു തുളയുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് അടിയിലെ പോർഷനിലില്ല. അപ്പോൾ നമ്മൾ കമത്തി പിടിപ്പിക്കും, അത് മേളിൽ വരും തുള. അപ്പോൾ നമ്മുടെ ഈ പോർഷൻ അടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു തുളയും വരും. ആ തുള നമുക്ക് അടയ്ക്കാൻ ആവശ്യമില്ല. ആ തുള കൂടെ വെള്ളം വരും. പിന്നെ അല്ലെങ്കിൽ ആ തുള നമ്മൾ അടച്ചിട്ട് ഇനി ഇത് കമത്തി പിടിപ്പിച്ചാൽ തന്നെ ഇതിൻ്റെ മേളിൽ ചാടുന്ന വെള്ളം ഊർന്നിറങ്ങിയിട്ട് വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ചാടും. ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകാൻ ഓപ്ഷൻ ഇല്ല, നമ്മൾ കമത്തി പിടിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3 ദിവസം യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ കമത്തി പിടിപ്പിച്ചപ്പോൾ മഴ പെയ്തപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ മേളിൽ ചാടി ഇതിങ്ങനെ ഊർന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ ഈ പറഞ്ഞ ഇവിടുത്തെ ഹോളിലൂടെ അകത്തേക്ക് കയറി. അത് പിന്നെ പുറത്ത് പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കൊടുത്തിരിക്കുന്നതായിട്ട് കറക്റ്റാണ്. അത് തിരിച്ച് പിടിപ്പിച്ചിട്ട്, അതായത് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം ചാടിയാലും ഇതിൻ്റെ അടിയിൽ ആ ഹോളിൽ കൂടെ ആ വെള്ളം താഴോട്ട് പൊക്കോളും. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഇതാണ് പ്രോഡക്റ്റ്.
അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു പ്രോഡക്റ്റാണ്. കാരണം ഇത് നമുക്ക് പിടിപ്പിക്കാൻ നമുക്ക് തന്നെ പിടിപ്പിക്കാം. ജസ്റ്റ് 5-6 സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ജസ്റ്റ് ആ സ്ക്രൂ യൂസ് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിടുക. ഈ മേളും ഈ അടിഭാഗം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിടിപ്പിക്കാവുന്ന കാര്യമുള്ളൂ, വേറെ ആരും സഹായം വേണ്ട. പിന്നെ ഇതെങ്ങനെ ഊരണേന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടില്ലേ, ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കണ്ടില്ലേ, ഇതാണ്. ഇതിന് വളരെ നൈസായിട്ടുള്ളൊരു ഇതാണ് ഇത്. നോർമലി നമ്മൾ എടുക്കുമ്പോഴും തിരിച്ച് അതേപടി ഇതിലേക്ക് കയറ്റി വയ്ക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കാരണം വേറെ കമ്പിയിലോ ഇതിൽ ഇത് പോരാതെ സൂക്ഷിക്കണം. പോറിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചിലപ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും നൈസായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഈ ബോക്സിൻ്റെ അകത്ത് ഇത് കയറണമെങ്കിൽ അത്രയും ചെറിയൊരു ഐറ്റം ആയിരിക്കണമല്ലോ. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് വളരെ, കാരണം നമ്മളിത് കണ്ടില്ലേ, ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മഴയത്തൊക്കെ വെച്ച് നോക്കി. കാരണം അകത്ത് വെള്ളം കയറുന്നില്ല. ഭയങ്കര മഴയല്ല, നോർമൽ മഴയൊക്കെ ഇത് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊടി അതെല്ലാം സേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ ഒപ്പം കൊണ്ടു കിടക്കാമെന്നുള്ളൊരു ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ. ഇതിപ്പോൾ ഞാൻ മൊബൈലിലാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് മൂടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആണ് ഞാൻ ഫുള്ള് മൂടിയതിന് ശേഷമുള്ള വീഡിയോ. കണ്ടില്ലേ, ഫുള്ള് കവറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് എല്ലാം, അതായത് അടി വരെ ഫുള്ള് കവറായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പോർഷനിൽ ഇത് കണ്ടില്ലേ, ഇതൊരു ഇലാസ്റ്റിക് പോലുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ റബ്ബർ ബാൻഡൊക്കെ പോലെ വലിയും നമ്മുടെ. അപ്പോൾ ഇത് നമുക്കിത് ഏതെങ്കിലും വണ്ടിയുടെ ഏതെങ്കിലും പോർഷനിലേക്ക് ഇങ്ങനെ ഹുക്ക് ചെയ്ത് വയ്ക്കാം, അത് പറന്നു പോകാതിരിക്കാൻ. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇവിടെയും ഇതേ പോർഷനിലുള്ളൊരു ഐറ്റം ഉണ്ട്. അത് തിരിച്ച് കയറ്റണമെങ്കിൽ വളരെ ഈസിയാണ്. ഇതുപോലെ നമ്മളിപ്പോൾ ഇത് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഇല്ലേ ഇങ്ങനെ ആക്കുക. അത് നമ്മൾ ഈ സാധനത്തിൽ ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. തിരിച്ച് കൊടുക്കുമ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ ഇങ്ങനെ ഇവിടെ ഒന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് മുന്നേ നിന്ന് കൈ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് കയറും. അല്ലെങ്കിൽ ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ മൊബൈൽ പിടിച്ചുകൊണ്ട് എനിക്കത് എൻ്റെ പോർഷൻ വരെ കയറ്റാൻ പറ്റുമോ എന്നറിയില്ല. ഞാനത് കയറ്റുന്ന പോർഷൻ വരെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈസി ആയിട്ട് കയറിപ്പോകണം. കണ്ടില്ലേ, സുഖമായിട്ട് കയറിപ്പോകും. കണ്ടില്ലേ, കൂടെ കയറ്റി പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കാൻ നേരത്തും ഇതേപോലെ തന്നെ ആ എൻഡ് പോർഷൻ നോക്കിയിട്ട് പിടിച്ചിട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. കാരണം ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഞാനിതിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് അവരുടെ അടുത്ത് പൈസ മേടിച്ചിടുന്നതല്ല. ഇത് എനിക്ക് യൂസായിട്ട് തോന്നി. ഒരാഴ്ച ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ കമത്തി വെച്ചിട്ട് യൂസ് ചെയ്തു. ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതന്നെയാണ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. സൈനിങ് ഔട്ട് ഫ്രം RTM.